മിഷന്റെ ഫണ്ട് കൊണ്ടല്ല ഇവിടെ കുടിവെള്ള പദ്ധതി വന്നത്, കിഫ്ബിയുടെ ഫണ്ടാണ്. അതുപോലെ കുമളിയില് സർക്കാരിന്റെ ഫണ്ടാണ്. പൂജ നടക്കുമ്പോൾ മസിൽ പിടിച്ച് കയ്യും കെട്ടി നിൽക്കും, എന്നിട്ട് അപ്പുറത്ത് പള്ളിയിൽ ചെല്ലുമ്പോൾ കുനിഞ്ഞു നിന്ന് കൊടുത്തു ഓശാന സ്വീകരിക്കും, മറ്റിടത്ത് തലയിൽ കൂടി കെട്ടിയും കെട്ടി ഷാള് വിട്ടുകൊണ്ട് പോകും. മാറാട് കലാപം നടന്നത് കേരളത്തിലാണ്, BJP അല്ല ഭരിച്ചത്. BJP ഭരിച്ചിട്ടല്ല മാറാട് കലാപം നടന്നത്. എന്താ നടപ്പിലാക്കാത്ത? യുപിയിലെ ലാഹോർ മുനിസിപ്പാലിറ്റിയിൽ എന്ത് നടപ്പാക്കിയില്ല? ഉത്തർപ്രദേശിലെ ലാഹോർ മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയില്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? റെക്കോർഡിംഗ് എടുത്ത് നോക്ക്, അങ്ങനെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? റെക്കോർഡ് പരിശോധിക്കാം. സമയം സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. വയനാടിലെ ഫണ്ട് വയനാടിൽ വീട് വയ്ക്കും. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു തൊഴുത്ത് കെട്ടാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി 14 മാസമായി പെൻഷൻ കൊടുക്കാത്ത കേരളത്തിൽ 35,000 രൂപയ്ക്ക് ചികിത്സാ ഉപകരണം വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി തൊഴുത്ത് കെട്ടാൻ 41 ലക്ഷം രൂപയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ ലിഫ്റ്റ് വയ്ക്കാൻ 81 വയസ്സ് തൊട്ട് 86 വയസ്സ് വരെ അച്യുതാനന്ദൻ ഓടിക്കേറിയ പടികളുള്ള 2 നില വീട്ടില് കേരളത്തിന്റെ മുഖ്യമന്ത്രി ലിഫ്റ്റ് വയ്ക്കാൻ ചെലവാക്കിയത് 25 ലക്ഷം രൂപയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വേണ്ടി ചെലവാക്കിയത് 38 ലക്ഷം രൂപയാണ്. ഇതൊക്കെ എന്ത്? അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നതാണ് ഇപ്പൊ ഇവിടെ കണ്ടത്. ഇവർ രണ്ടുപേരും തമ്മിൽ നമ്മൾ കണക്ക് അടികൂടുക, എന്നിട്ട് അവർ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചാണ് കാര്യം നടക്കുന്നത്. ഇവിടെ നേരത്തെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ച പാറശാലയിലേക്ക് പോകുമ്പോ ഈ പാറശാലയിലേക്ക് പോകുമ്പോ ചിലപ്പോ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. കർണാടകയിലോട്ട് ചെല്ലുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇവിടെ കോൺഗ്രസ് ഒന്നും പറഞ്ഞു. അതാണ് താങ്കളും പറഞ്ഞില്ല, BJPക്കെതിരെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നമ്മളും നിങ്ങൾ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കണ്ട. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇവിടെ കടന്ന് അടികൂടി ആളെ പൊട്ടാനാക്കുന്ന പരിപാടിയാണ്. നെയ്യാറ്റിൻകരയുടെ വികസനം ചർച്ച ചെയ്യാൻ വരുമ്പോൾ ഇവരെ സ്മാരക നിധിക്കും ദുരിതാശ്വാസത്തിനും ഫണ്ട് പിരിച്ച കണക്ക് പറഞ്ഞ് നെയ്യാറ്റിൻകരക്കാരെ പറ്റിക്കുന്നത് ശരിയല്ല. പിന്നെ ഈ സഖ്യവും സമാധാനവും ഒക്കെ പറയുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്, കേരളത്തിൽ മാത്രമാണ്. ഇവിടെ നിന്ന് ഞാൻ വരുന്ന കാരോട് പഞ്ചായത്തിൽ നിന്നാണ്. അവിടെ നിന്ന് കാലം കൊണ്ട് നീക്കി വെച്ചാൽ തമിഴ്നാടിനകത്ത് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നിട്ടാണ് മത്സരിക്കുന്നത്. നമ്മളെയാണല്ലോ മച്ചമ്പി എന്നുള്ള ചോദ്യമല്ലേ? കായിക മേഖലയിൽ കേന്ദ്ര സർക്കാർ നൽകിയ സംഭാവന എന്ത്? പൊഴിയൂരിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കാനായി കേന്ദ്ര സർക്കാർ നൽകിയത് കേരള സർക്കാർ കായിക മേഖലയിൽ നടപ്പിലാക്കിയ ന്യൂനമായ നിരവധിയായിട്ടുള്ള ആശയങ്ങൾക്കൊക്കെയാണ് എല്ലാ പഞ്ചായത്തുകളിലും ഓരോ കളിക്കളം സ്ഥാപിക്കാൻ ഈ സർക്കാർ. ഇപ്പൊ ഇവിടെ കാര്യം പറഞ്ഞില്ല, സഹായിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? ഈ ബജറ്റിലാണ്. ഈ ക്ലബ്ബുകളെ കുറിച്ച് കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു ബജറ്റിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ കേരള സർക്കാർ ഈ ബജറ്റിൽ ക്ലബ്ബുകൾക്ക് മാസ അലവൻസ് കൊടുക്കാൻ തീരുമാനിച്ച സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം മുതൽ നടപ്പാക്കുക. അല്ലല്ല, ഈ ബജറ്റ് ഏത് സാമ്പത്തിക വർഷം നടപ്പാക്കുന്നത്? ഇപ്പൊ ഈ ബജറ്റ് ഏത് ഈ സർക്കാർ നടപ്പിലാക്കേണ്ട കാര്യങ്ങളല്ലേ ബജറ്റിൽ വെച്ചിട്ടുള്ളത്? നടപ്പാക്കും. ഏത് കാര്യം നടപ്പാക്കാത്തുള്ളത്? നീ ഒന്ന് ശരിക്ക് തള്ളേ. അഭിപ്രായമുണ്ട്. നിലവിൽ ജനൻ ടിവിയുടെ അവതാരങ്ങൾ എന്നോട് പറയണ്ടായി, ജനൻ ടിവിയുടെ ഡയറക്ടർ ആയിരിക്കും നാളെ തന്നെയാണ് ഇവിടെ മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ നിങ്ങൾക്കൊരു അജണ്ട ഉണ്ട്. അജണ്ട ഈ ചർച്ചയിലിരിക്കുന്ന എല്ലാവർക്കും വ്യക്തമായ ധാരണ. അതുകൊണ്ട് അനിൽ നമ്പ്യാർ കോർഡിനേറ്ററായി മാത്രം നിൽക്കുക എന്നാണ് ഒരു അഭിപ്രായം. എനിക്ക് ആഗ്രഹിക്കാനേ കഴിയൂ. അനിൽ നമ്പ്യാർ കോർഡിനേറ്റർ ബിജെപിക്ക് പ്രതിനിധിയുണ്ട്. എനിക്ക് ചോദ്യമുണ്ട്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് ആഗ്രഹിക്കാം, ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കാൻ മൂന്നാം ചർച്ചയുണ്ട്. രണ്ട് ചർച്ചകൾ, രാഷ്ട്രീയ നിലപാട് പഠിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്കറിയാം. രണ്ട് ചോദ്യം. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? മത്സരിക്കുന്ന ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട വർഗീയ പരാമർശം ഞാനിവിടെ പറയുന്നില്ല. അത് കേട്ടിവിടെ നെയ്യാറ്റിൻകര അളിയേണ്ട ആവശ്യമില്ല. അതുപോലെ ഒന്നും വേണ്ട, ഈ കാട്ടാക്കട നിലവിൽ മത്സരിക്കുന്ന നിങ്ങളുടെ PK കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വളരെ വൃത്തികെട്ട പരാമർശം. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വീണ് നെയ്യാറ്റിൻകരയുടെ മണ്ണും അതുപോലെ കേരളത്തിന്റെ മണ്ണും നശിക്കുക, ഇവിടെ വർഗീയ കലാപങ്ങളും തമ്മിൽ തല്ലും മാത്രം ഉണ്ടാകുക എന്നുള്ള കാര്യമാണോ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് എന്നുള്ളത്? ഒരു കാര്യങ്ങളുള്ളത്, ഒറ്റ കാര്യങ്ങളുള്ളത്, ജലജീവൻ മിഷന്റെ ഫണ്ട് കൊണ്ടല്ല ഇവിടെ കുടിവെള്ള പദ്ധതി വന്നത്, കിഫ്ബിയുടെ ഫണ്ടാണ്. അതുപോലെ കുമളിയില് സർക്കാരിന്റെ ഫണ്ടാണ്. പള്ളിയിലല്ല, ഇവിടെ
മറുപടി പറയട്ടെ. ഞാൻ ചോദിച്ചത് തീരാത്ത ചോദ്യമല്ലേ? ഞാൻ ജനപ്രതിനിധിയാണ്, ഭരണ സംവിധാനത്തിന് അകത്തിരുന്ന ആളാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ജലജീവൻ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് കാരോട് പഞ്ചായത്തിലെ 93 കോടി രൂപയുടെ കണക്ക് വന്നത്. നരേന്ദ്രമോദിയുടെ ഫണ്ടാണ്, MLA-യുടെ ഫണ്ടല്ല. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. എന്നിട്ട് എന്തേ യു പിയിൽ എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തുന്നില്ല? എന്നിട്ട് എന്തേ യു പിയിൽ എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തുന്നില്ല? ബീഹാറിലെ അഴുക്ക് വെള്ളം കുടിച്ച് മരിക്കേണ്ടി വരുന്ന കുട്ടികൾ എന്തുകൊണ്ടുണ്ടാവുന്നു? എന്തുകൊണ്ടാകുന്നു? ഉത്തർപ്രദേശിൽ എന്തേ ലാഹോറിൽ ഏറ്റവും മോശപ്പെട്ട വെള്ളം കുടിച്ച് മരിച്ച ആളുകളുടെ കേരളത്തിൽ മാത്രം എങ്ങനെ ജലജീവൻ കേരളത്തിൽ ഞാൻ ചുമരുമ്പോ തേക്കൂട്ട ഞാൻ ഫ്രാഞ്ചൈസ് ചോദിക്കുക. ഇല്ല, എന്റെ അത് കിഫ്ബി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. കൗൺസിൽ നെയ്യാറ്റിങ്കര നഗരസഭയിലെ 44 വാർഡുകളിലും മഞ്ചന്തല സുരേഷ് കൗൺസിലറായിരുന്ന കൗൺസിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയില്ലേ? എന്തേ യു പിയിലെ കോർപ്പറേഷൻ നടപ്പിലാക്കാത്തെ? എന്തേ നടപ്പിലാക്കാത്തെ? യു പിയിലെ ലാഹോർ മുനിസിപ്പാലിറ്റിയിൽ എന്ത് നടപ്പാക്കിയില്ല? ഉത്തർപ്രദേശിലെ ലാഹോർ മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയില്ല, ജയ്പൂർ മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയില്ല, തമിഴ്നാട്ടിലെ ചെന്നൈ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നടപ്പിലാക്കിയില്ല, കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് പഞ്ചായത്ത് നടപ്പിലാക്കി. കള്ളത്തരം പറയുമ്പോൾ കള്ളത്തരത്തിനെ തെളിവ് സഹിതം ഞാനൊരു കാര്യം മാത്രം. ഇല്ല, ഒരു മിനിറ്റ്. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ, ഇനി വന്നുണ്ട്. ഒരു മിനിറ്റ്. കോൺഗ്രസ് പ്രതിനിധിക്കും നിങ്ങൾ BJP പ്രതിനിധിക്കും നല്ല രസമായി പറയാൻ അവസരം. ഞാൻ പറഞ്ഞ പോയിന്റ് കൃത്യമായി പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല. രണ്ട് വിഷയങ്ങളും എന്നോട് വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. BJP എന്ത് ഉദ്ദേശിച്ചാണ് മത്സരിക്കുന്നത്? BJP പ്രതിനിധി കുറെ നേരം കൂടെ സംസാരിക്കുകയാണ്. BJP പ്രതിനിധി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? BJP ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണ്ടേ? BJP ഇവിടെ ചോദിച്ച ആശുപത്രിയിലെ വിഷയം 43 എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, മാറാട് കലാപം നടന്നത് കേരളത്തിലാണ്. BJP അല്ല ഭരിച്ചത്. BJP ഭരിച്ചിട്ടല്ല മാറാട് കലാപം നടന്നത്. പിന്നെ ഇവിടത്തെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഉത്തരം പറഞ്ഞോട്ടെ. ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറഞ്ഞിട്ടേ പോകുള്ളൂ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 12 വർഷമായി. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് മതകലാപം നടന്നിട്ടില്ല. മതകലാപം എവിടെയും നടന്നിട്ടില്ല. ശാന്തിയോടെ സമാധാനത്തോടെ തന്നെയാണ് പോകുന്നത്. ഇവിടെ മതകലാപം ഉണ്ടാവാതെ, എല്ലാ ബോംബ് സ്ഫോടനത്തിന്റെ ഭയമില്ലാതെ ജനങ്ങൾ ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഇന്ത്യൻ ജനത, ഭാരത വർഗം, അങ്ങനെ ഒരു വർഗമുണ്ട്. ആ വർഗത്തിന്റെ കൂടെയാണുള്ളത്. ആ വർഗം തൊഴിലാളി വർഗം. നിങ്ങൾ ഏത് നിങ്ങളുടെ വർഗം ഞാൻ പറയാം. അതായത് ഇവിടെ കേരളത്തിന്റെ മതേതരത്വക്കാരൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോവുക, ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭരണസാരഥ്യം വഹിക്കാം, അവിടുത്തെ ഖജനാവിനെ ഭരിക്കാം, അത് സൗകര്യമുള്ളവൻ കട്ടളപ്പാടിയും കഥവും തിരുവാഭരണം വരെ അടിച്ചുകൊണ്ട് പോകാം. അതെല്ലാം ചെയ്തിട്ട് അമ്പലത്തിൽ പൂജ നടക്കുമ്പോൾ ഇതാണ്. അമ്പലത്തിൽ പൂജ നടക്കുമ്പോൾ മസിൽ പിടിച്ച് കയ്യും കെട്ടി നിൽക്കും. എന്നിട്ട് അപ്പുറത്ത് പള്ളിയിൽ ചെല്ലുമ്പോൾ കുനിഞ്ഞു നിന്ന് കൊടുത്തു ഓശാന സ്വീകരിക്കും. മറ്റിടത്ത് തലയിൽ കൂടി കെട്ടിയും കെട്ടി ഷാള് വിട്ടുകൊണ്ട് പോകും. ഹിന്ദുവിനോട് കാണിക്കുന്ന അവഗണന. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും തുല്യ പരിഗണന. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. 22 സ്റ്റാഫ് മാത്രം ഉണ്ടായിരുന്ന നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയെ ഒരു ദിവസം കൊണ്ട് ജില്ലാ ആശുപത്രി ഉയർത്തിയത് LDF സർക്കാരല്ല, ഉമ്മൻചാണ്ടി സർക്കാർ. അത് കഴിഞ്ഞ് കൃത്യം 3 മാസം കഴിഞ്ഞപ്പോ ഇതേ 22 സ്റ്റാഫ് മാത്രം ഉണ്ടായിരുന്നപ്പോ ജനറൽ ആശുപത്രിയായി ഉയർത്തിയതും ഇതേ കോൺഗ്രസ്, ഇതേ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഈ ജനറൽ ആശുപത്രിയിൽ 73 സ്റ്റാഫുകളായി ഉയർത്തി ഈ ആശുപത്രി ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് കഴിഞ്ഞ 10 വർഷമായി LDF ആണ്. ഈ ആശുപത്രിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് LDF മാത്രമാണ്. ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞു, കൈപോയ കേസ് ആരോഗ്യ മേഖലയായി ബന്ധപ്പെട്ട്, മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തെറ്റായ കാര്യം, ഏതെങ്കിലും തെറ്റായ കാര്യം ഇല്ല, പ്രശ്നം ഉണ്ടാക്കരുത് ദയവേത് പ്ലീസ്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. പ്ലീസ്
ഒന്ന് ദയവ് ചെയ്തൊന്ന് ഇരുന്നേ പ്ലീസ്. ഒന്നിരിക്കാമോ? പറയാനുള്ളത് പറയാം. നമുക്ക് പെൺകുട്ടി പറയട്ടെ. സന്ദീപിനെ അശ്വതി ചേച്ചി സംസാരിക്കട്ടെ. അശ്വതി ചേച്ചി, അശ്വതി എന്താണ് പറഞ്ഞത്? അശ്വതി പോലും ഒരു സ്ത്രീക്കെതിരെ അസഭ്യം പറയണം. ഇവരെയൊക്കെ പോലുള്ളവരെ ജയിപ്പിച്ച് വിട്ട എന്താണ് ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷ? നോക്കൂ, അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. ഞാൻ ക്ഷമ ചോദിക്കുന്നു. ജനസഭയുടെ അവതാരകൻ എന്നുള്ള നിലയിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, പ്ലീസ് ഒന്ന് ഇരിക്കേ. നിങ്ങളൊന്ന് ഇരിക്കേ. കാണിക്കാം. നിങ്ങൾ ഇരിക്കേ. എല്ലാം ഇങ്ങനെ പറഞ്ഞാലോ. ഇരിക്കേ. നോക്കാം. ഇല്ല പ്ലീസ് ഒന്നിരുന്നേ. ഞാൻ അത് അദ്ദേഹമല്ലേ തീരുമാനിക്കട്ടെ. ജനസഭ സംഘടിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ നടത്തുന്ന പരിപാടിയല്ലേ? അല്ല, അദ്ദേഹമല്ലേ പറയട്ടെ. ആളിനെ പുറത്താക്കട്ടെ. അത് എനിക്ക് വാശി പിടിക്കാൻ പറ്റും. അയാൾ വിളിച്ചില്ല എന്ന് പറയുന്നു. എനിക്ക് വാശി പിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു പരാമർശം റെക്കോർഡിംഗ് എടുത്ത് നോക്ക്. അങ്ങനെ റെക്കോർഡ് പരിശോധിക്കാം. എന്നാ പിന്നെ ഞാനങ്ങട്